നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ പുതിയ ഉയരങ്ങളിൽ എത്തുകയും മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങൾ മാറുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ UAE-യിൽ നിന്ന് ആയിരക്കണക്കിന് പാകിസ്ഥാൻ പൗരന്മാരെ നാടുകടത്തുന്ന നടപടി ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. സൗഹൃദവും സഹകരണവും മുഖമുദ്രയാക്കിയ UAE-യും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ അസാധാരണമായ വിള്ളലുകൾ വീഴുന്നതിൻ്റെയും അതേസമയം ഇന്ത്യയുമായുള്ള ബന്ധം തന്ത്രപ്രധാനമായ തലങ്ങളിലേക്ക് വളരുന്നതിൻ്റെയും വ്യക്തമായ സൂചനയായിട്ടാണ് ഈ സംഭവ വികാസങ്ങളെ ലോകം നോക്കിക്കാണുന്നത്. UAE റിപ്പോർട്ട് ചെയ്ത പ്രകാരം കഴിഞ്ഞ ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 15,000 പാകിസ്ഥാൻ പൗരന്മാരെയാണ് യാതൊരുവിധ മുന്നറിയിപ്പോ കുറ്റപത്രമോ നൽകാതെ നാടുകടത്തിയത്. ഇതിൽ ഭൂരിഭാഗം പേരും ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതോടെ സംഭവത്തിന് വർഗീയമായ മാനങ്ങൾ കൂടി കൈവന്നിട്ടുണ്ട്. സാധാരണ തൊഴിലാളികൾ മുതൽ ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾ വരെ ഇത്തരത്തിൽ നാടുകടത്തപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ജോലി സ്ഥലങ്ങളിൽ നിന്നോ താമസ സ്ഥലങ്ങളിൽ നിന്നോ യാതൊരു വിശദീകരണവും നൽകാതെ പിടിച്ചുകൊണ്ടുപോയ ഇവരെ ദിവസങ്ങളോളം തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ച ശേഷമാണ് വിമാനമാർഗം പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ചത്. പലർക്കും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലുള്ള പണം പിൻവലിക്കാനോ സ്വന്തം സാധനങ്ങൾ ശേഖരിക്കാനോ പോലും സമയം അനുവദിച്ചില്ല എന്നത് സംഭവത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു. ഈ നാടുകടത്തൽ നടപടികൾക്ക് തൊട്ടു മുൻപ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നടത്തിയ UAE സന്ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. മേഖലയിലെ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറൽ, സുരക്ഷാ സഹകരണം എന്നിവയെക്കുറിച്ച് അദ്ദേഹം UAE-യിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ UAE-യിൽ ഇറാൻ ബന്ധമുള്ള ചില ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായും അവരിൽ നിന്ന് സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നതായും UAE അധികൃതർ നിരീക്ഷിച്ചിരുന്നു. ഈ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പരിശോധനയും നാടുകടത്തലും നടന്നത് എന്നാണ് സൂചനകൾ. ഇന്ത്യയും UAE-യും തമ്മിലുള്ള സുരക്ഷാ സഹകരണം വർദ്ധിക്കുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള വിദേശ ശക്തികളുടെ ദുഷ്ടലാക്കുകളെ തകർക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. അബുദാബിയും ഇസ്ലാമാബാദും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിലും വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട്. പാകിസ്ഥാന് UAE നൽകിയിരുന്ന $3.5 ബില്യൺ സാമ്പത്തിക പാക്കേജ് എത്രയും വേഗം തിരിച്ചടക്കണമെന്നാണ് UAE ആവശ്യപ്പെട്ടത്. പാകിസ്ഥാന്റെ വിദേശ നയങ്ങളോടും ഇറാന്റെ പ്രാദേശിക നീക്കങ്ങളോടുള്ള പാകിസ്ഥാന്റെ മൃദു സമീപനത്തോടും UAE-ക്കുള്ള അതൃപ്തിയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ പ്രകടമാകുന്നത്. മറുവശത്ത് ഇന്ത്യയും UAE-യും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ മേഖലകളിലെ സഹകരണം റെക്കോർഡ് വേഗത്തിലാണ് മുന്നേറുന്നത്. പാകിസ്ഥാന്റെ നയതന്ത്രപരമായ ഒറ്റപ്പെടലിനും ഇന്ത്യയുടെ ആഗോള സ്വാധീനത്തിനുമാണ് ഇവിടെ അടിവരയിടുന്നത്. തങ്ങളുടെ പൗരന്മാർ വിദേശത്ത് ഇത്ര വലിയ പ്രതിസന്ധി നേരിട്ടിട്ടും പാകിസ്ഥാൻ സർക്കാർ പുലർത്തുന്ന മൗനം ശ്രദ്ധേയമാണ്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഈ വാർത്തകൾ നിഷേധിക്കുകയാണ് ചെയ്തത് എങ്കിലും നാടുകടത്തപ്പെട്ട കുടുംബങ്ങൾ പരസ്യമായി രംഗത്ത് വന്നതോടെ സർക്കാർ പ്രതിരോധത്തിലായി. പ്രവാസികളിൽ നിന്നുള്ള പണമയക്കലിനെ പ്രധാനമായും ആശ്രയിക്കുന്ന പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് 15,000 പേരുടെ മടക്കം വലിയൊരു തിരിച്ചടിയാണ്. പണമോ വസ്ത്രമോ പോലും എടുക്കാൻ അനുവദിക്കാതെ മടക്കി അയക്കപ്പെട്ട ഇവർക്ക് സ്വന്തം നാട്ടിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന പലരും ഇന്ന് തെരുവിലാക്കപ്പെട്ട അവസ്ഥയിലാണ്. ചുരുക്കത്തിൽ UAE-യുടെ ഈ കടുത്ത നടപടി പാകിസ്ഥാന്റെ ദുർബലമായ നയതന്ത്ര നിലവാരത്തെയാണ് തുറന്നു കാട്ടുന്നത്. സുരക്ഷാ കാരണങ്ങളാലും ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളാലും UAE എടുത്ത ഈ തീരുമാനം മിഡിൽ ഈസ്റ്റിലെ പുതിയ രാഷ്ട്രീയ ക്രമീകരണങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുമായി കൈകോർത്ത് ഭീകരവാദത്തിനെതിരെയും സുരക്ഷാ ഭീഷണികൾക്കെതിരെയും UAE നടത്തുന്ന നീക്കങ്ങളിൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് വലിയ വില നൽകേണ്ടി വരുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. പ്രവാസി തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും വിദേശ രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം സുദൃഢമായി നിലനിർത്തുന്നതിലും ഇസ്ലാമാബാദ് പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ ഗൾഫിലെ ലക്ഷക്കണക്കിന് പാകിസ്ഥാൻ പ്രവാസികൾ ഇന്നും ഭീതിയിലാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ UAE സന്ദർശിച്ച് മടങ്ങി ഒരാഴ്ച തികയുന്നതിന് മുൻപ് ഇത്തരമൊരു കൂട്ട നടപടി ഉണ്ടായത് വെറുമൊരു യാദൃശ്ചികതയായി കാണാൻ കഴിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുകയും പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു പുതിയ ക്രമത്തിന്റെ സൂചനയാണിത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സൈനിക നയതന്ത്ര കരുത്തിന്റെ അടയാളമായി മാറിയ ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ 1ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ UAE-യുടെ ഈ കടുത്ത നടപടി പാകിസ്ഥാനായുള്ള ഇരട്ട പ്രഹാരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇന്ത്യ നൽകിയ സൈനിക മറുപടിയുടെ വാർഷികത്തിൽ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒന്നായ UAE തന്നെ പാകിസ്ഥാനെ കൈവിടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമാബാദിനേറ്റ വൻ നയതന്ത്ര പരാജയമാണ്. കൃത്യം ഒരു വർഷം മുൻപ് 2025 മെയ് മാസത്തിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി അതിർത്തിക്കപ്പുറത്തെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നതിനൊപ്പം സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കാനുള്ള ഇന്ത്യയുടെ ധീരമായ തീരുമാനം പാകിസ്ഥാനെ അടിമുടി ഉലച്ചിരുന്നു. ഇന്ത്യയുടെ ഈ ഉറച്ച നിലപാടിന് ആഗോളതലത്തിൽ വലിയ അംഗീകാരം ലഭിച്ചപ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ സാമ്പത്തികവും നയതന്ത്രപരവുമായ നിലനിൽപ്പിനായി കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒരു വർഷമായി കണ്ടുവരുന്നത്.
ഈ പശ്ചാത്തലത്തിലാണ് അജിത് ഡോവൽ UAE-യിലെത്തി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി നിർണായക ചർച്ചകൾ നടത്തിയത്. മേഖലയിലെ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലും ഇന്ത്യയും UAE-യും തമ്മിലുള്ള സഹകരണം പുതിയ തലങ്ങളിലേക്ക് വളർന്നു കഴിഞ്ഞു. ഇതിന്റെ സാക്ഷ്യപത്രമാണ് പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി. UAE-യിൽ നിന്ന് ഏകദേശം 15,000 പാകിസ്ഥാൻ പൗരന്മാരെ നാടുകടത്താനുള്ള തീരുമാനം ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് നിരീക്ഷകർ കാണുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മേഖലയിലെ ഇറാൻ അനുകൂല നീക്കങ്ങളെയും ചാരവൃത്തികളെയും UAE അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നതാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നൽകിയ സുരക്ഷാ മുന്നറിയിപ്പുകളോ രഹസ്യാന്വേഷണ വിവരങ്ങളോ ഈ നടപടിക്ക് പിന്നിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഗൾഫ് രാജ്യങ്ങൾ പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനെ പിടിച്ചുലയ്ക്കുന്നത് ഇസ്ലാമാബാദിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാന് ഈ നാടുകടത്തൽ നടപടി വലിയൊരു പ്രഹരമാണ്. പ്രവാസികളിൽ നിന്നുള്ള പണമൊഴുക്ക് കുറയുന്നത് രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തെ ബാധിക്കും എന്നത് മാത്രമല്ല, മടങ്ങി വരുന്ന 15,000 പേർക്ക് തൊഴിൽ നൽകാൻ കഴിയാത്ത സാഹചര്യം രാജ്യത്ത് വലിയ ആഭ്യന്തര കലാപങ്ങൾക്ക് വഴിവെച്ചേക്കാം. UAE പാകിസ്ഥാനോട് $3.5 ബില്യൺ സാമ്പത്തിക സഹായം എത്രയും വേഗം തിരിച്ചു ചോദിച്ചതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഒരു കാലത്ത് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായിരുന്ന UAE ഇന്ന് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പങ്കാളിയായി മാറിയിരിക്കുന്നു. ഡോവലിന്റെ സന്ദർശനവും ഓപ്പറേഷൻ സിന്ദൂർ വാർഷികവും UAE-യുടെ നാടുകടത്തൽ നടപടിയും കോർത്തിണക്കി നോക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ആഗോള ഭൂപടത്തിൽ എത്രത്തോളം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമാണ്. ചുരുക്കത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷിക വേളയിൽ UAE-യിൽ നിന്നുണ്ടായ ഈ നീക്കം പാകിസ്ഥാൻ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ തുടരുന്നിടത്തോളം കാലം ഒരു സൗഹൃദ രാജ്യവും പാകിസ്ഥാനെ പിന്തുണയ്ക്കില്ലെന്ന താക്കീതാണിത്. ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന മുൻഗണനയും അജിത് ഡോവലിനെ പോലെയുള്ള നയതന്ത്രജ്ഞരുടെ നീക്കങ്ങളും പാകിസ്ഥാന്റെ അടിത്തറ ഇളക്കുന്നതാണ്. വെടിയുണ്ടകൾ കൊണ്ട് മാത്രമല്ല, നയതന്ത്രപരമായ കരുനീക്കങ്ങളിലൂടെയും പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്തുവാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൾഫ് രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെതിരെ സമാനമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ഇസ്ലാമാബാദിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് തന്നെ കാരണമായേക്കാം. പണ്ട് ഇന്ത്യ ഭീഷണിപ്പെടുത്തിയിരുന്ന പാകിസ്ഥാൻ ഇന്ന് സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്കായി ഇപ്പോഴും ശബ്ദിക്കാൻ കഴിയാത്ത വിധം ദുർബലമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികം ലോകത്തിന് കാണിച്ചു തരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ പ്രവാസി വരുമാനം ആ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ജീവനാഡിയാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ ഈ പണം എപ്രകാരമാണ് വിനിയോഗിക്കപ്പെടുന്നതിനെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംശയങ്ങളും ആശങ്കകളും ഇപ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സാധാരണക്കാരായ തൊഴിലാളികൾ തങ്ങളുടെ വിയർപ്പൊഴുക്കി നാട്ടിലേക്ക് അയക്കുന്ന പണം പാകിസ്ഥാനിലെ ചില നിഗൂഢ ഗ്രൂപ്പുകളും ഭരണകൂടത്തിലെ ഒരു വിഭാഗവും ചേർന്ന് ഭീകര പ്രവർത്തനങ്ങൾക്കായി വഴിതിരിച്ചു വിടുന്നു എന്ന കണ്ടെത്തൽ ആഗോളതലത്തിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്കാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അജിത് ഡോവലിന്റെ സമീപകാല സന്ദർശനങ്ങളും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകളും ഈ സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യ ഇല്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പണം അയക്കാൻ ഉപയോഗിക്കുന്ന ഹവാല അല്ലെങ്കിൽ ഹുണ്ടി എന്നറിയപ്പെടുന്ന അനൗദ്യോഗിക മാർഗങ്ങളാണ് ഈ പ്രതിസന്ധിയുടെ കാതൽ. ബാങ്കിംഗ് സംവിധാനങ്ങൾക്ക് പുറത്തുള്ള ഈ സമാന്തര സാമ്പത്തിക വ്യവസ്ഥയിൽ പണത്തിന്റെ ഉറവിടമോ അത് കൈപ്പറ്റുന്ന വ്യക്തികളുടെ പശ്ചാത്തലമോ കണ്ടെത്തുക എന്നത് ഭരണകൂടങ്ങൾക്ക് അസാധ്യമാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ലേബർ ക്യാമ്പുകളും സാധാരണ കച്ചവട സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജന്റുമാർ വഴി ശേഖരിക്കപ്പെടുന്ന പണം പലപ്പോഴും ഭീകരവാദ സംഘടനകളുടെ ശൃംഖലകളിലേക്കാണ് ചെന്നെത്തുന്നത്. വിദേശത്ത് നിന്ന് പണം ലഭിക്കുമ്പോൾ അത് പ്രവാസി വരുമാനമായി രേഖപ്പെടുത്തുന്നുണ്ട് എങ്കിലും അതിൻ്റെ വലിയൊരു ഭാഗം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനും ആയുധങ്ങൾ ശേഖരിക്കുന്നതിനുമാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസിയായ FATF പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭീകരവാദത്തിനുള്ള ഫണ്ട് ശേഖരണത്തിനായി പ്രവാസി പണം ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന പണം യഥാർത്ഥത്തിൽ ഭീകരർക്ക് പരിശീലനം നൽകുന്നതിനും അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിനുമാണ് വിനിയോഗിക്കപ്പെടുന്നത്. ഇന്ത്യക്കെതിരായ പ്രോക്സി വാർ തുടരുന്നതിനായി പാകിസ്ഥാൻ സൈന്യവും ISIയും ഇത്തരത്തിൽ അനധികൃത സാമ്പത്തിക സ്രോതസ്സുകളെ ആശ്രയിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ഇന്ത്യൻ സൈനിക നടപടികൾക്ക് ശേഷം പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക ഞെരുക്കം മറികടക്കാൻ അവർ ഈ മാർഗങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടാകാം എന്നാണ് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നത്. പ്രവാസി പണത്തിന്റെ മറവിൽ നടക്കുന്ന ഇത്തരം കള്ളപ്പണ ഇടപാടുകൾ തടയുവാൻ കഴിയാത്തതാണ് പാകിസ്ഥാൻ ദീർഘകാലം ആഗോള സാമ്പത്തിക ഉപരോധങ്ങളുടെ ഭീഷണിയാകാൻ കാരണമായത്. UAE പോലെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും 10,000-കണക്കിന് ആളുകളെ നാടുകടത്തുന്നതും ഈ സുരക്ഷാ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ്. തങ്ങളുടെ മണ്ണിൽ നിന്ന് പോകുന്ന പണം ആഗോള ഭീകരവാദത്തിന് വളമാകുന്നു എന്ന തിരിച്ചറിവ് ഈ രാഷ്ട്രങ്ങളെ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നു. അജിത് ഡോവൽ UAE ഭരണാധികാരി കൂടിക്കാഴ്ചയിൽ ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കുന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം
ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് പണം നൽകുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും UAE കറുത്ത പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാസി വരുമാനം എന്ന ലേബലിൽ ഭീകരതയുടെ വിത്തുകൾ പാകുന്ന പാകിസ്ഥാന്റെ തന്ത്രങ്ങൾ ആഗോളതലത്തിൽ തുറന്നുകാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഈ ഫണ്ടിംഗ് ശൃംഖല തകർക്കുക എന്നത് ദേശീയ സുരക്ഷയുടെ ഭാഗമാണ്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തി പാകിസ്ഥാന്റെ സാമ്പത്തിക ഇടപാടുകളെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിൽ ഇന്ത്യ വലിയ വിജയം കണ്ടിട്ടുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷിക വേളയിൽ നാം കാണുന്ന ഈ മാറ്റങ്ങൾ പാകിസ്ഥാന്റെ നയതന്ത്രപരമായ ഒറ്റപ്പെടലിന്റെ തെളിവാണ്. സ്വന്തം പൗരന്മാരുടെ അധ്വാന ബലത്തെ ഭീകരവാദത്തിനായി ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ രീതികൾ ആത്യന്തികമായി ആ രാജ്യത്തെ തന്നെയാണ് തകർക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന കർക്കശമായ നിലപാടുകൾ പാകിസ്ഥാനിലെ ഭീകരവാദ ശൃംഖലയുടെ സാമ്പത്തിക അടിത്തറ ഇളക്കാൻ തന്നെ പര്യാപ്തമാണ്. ചുരുക്കത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി പണം പാകിസ്ഥാൻ ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നു എന്ന ആരോപണം കേവലം രാഷ്ട്രീയ പ്രേരിതമല്ല, മറിച്ച് വസ്തുതകളുടെയും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. ജനാധിപത്യപരമായ മര്യാദകൾ പാലിക്കാതെയും രാജ്യസുരക്ഷയെ മാനിക്കാതെയും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം നിലപാടുകൾ പാകിസ്ഥാനെ ആഗോള ഭൂപടത്തിൽ ഒരു അവിശ്വാസ്യതയുടെ പ്രതീകമായി മാറ്റിയിരിക്കുന്നു. പ്രവാസി പണത്തിന്റെ ഓരോ തുള്ളിയും നിരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഭീകരവാദത്തെ ഒളിച്ചു കടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഇനി എളുപ്പമാകില്ല. നയതന്ത്രപരവും നിയമപരവുമായ ഈ കുരുക്ക് മുറുകുന്നതോടെ പാകിസ്ഥാന്റെ അക്രമ സ്വഭാവത്തിന് ശാശ്വതമായി തടയിടാൻ സാധിക്കും എന്നാണ് ആഗോള സമൂഹം പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.